ഇതാണ് എൻ്റെ വീട്. പക്ഷെ ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട്, ഇതെൻ്റെ വീടല്ല. ഒരു പണിക്കും പോലും കേട്ടോ. ചോറ് വെക്കൽ ഇതൊക്കെയാണ് ഇവളുടെ പ്രധാന വിനോദം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ അമ്മയായിട്ട് അഭിനയിച്ചതിനുള്ള അവാർഡ് എൻ്റെ അമ്മയ്ക്ക് കൊടുക്കണം. നിങ്ങൾ ഈ പുറകെ കാണുന്നതാണ് എൻ്റെ വീട്. നേരത്തെ പറഞ്ഞ പോലെ ഇതെൻ്റെ സ്വന്തം വീടല്ല, ഞാൻ വാടക വീടാണ്. 28 വർഷമായിട്ട്, ഐ തിങ്ക് 28 വർഷമായിട്ട് ഞാൻ എൻ്റെ വീട്ടുകാരും വാടകയ്ക്കുക. സ്വന്തമായിട്ട് വീടൊന്നും ഇല്ല. അപ്പം വീട്ടിലോട്ട് ആദ്യം കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് എൻ്റെ വണ്ടിയാണ്. വണ്ടിയെ പറ്റി ഞാൻ പറയാം. എൻ്റെ 4 വർഷത്തെ യൂട്യൂബ് റവന്യൂ കൊണ്ട് മേടിച്ച എൻ്റെ ആദ്യത്തെ വണ്ടി പോളോ GT 2017 മോഡൽ. ഇത് പെയിൻറ്റ് ചെയ്തല്ല, പലർക്കും സംശയം ഉണ്ടായിരിക്കും. ഇത് റാപ്പാണ്. ഓക്കെ, ഇത് ഞാൻ പ്രോപ്പർ പെയിൻ്റ് ആക്കുന്നുണ്ട് ഉടനെ തന്നെ. ഇപ്പോൾ കുറച്ച് പണിയായിട്ട് കിടക്കുകയാണ്. കണ്ട, ഇതൊക്കെ പോയി. അതിന് അലോയ് ആണെങ്കിലും ബമ്പറൊക്കെ ആണെങ്കിലും ലൈറ്റൊക്കെ ആണെങ്കിലും മാറ്റമുണ്ട്. പിന്നെ കളർ മാറ്റമുണ്ട്. അല്ലാണ്ട് മൈലേജിൻ്റെ കാര്യത്തിലാണെങ്കിലും പവറിൻ്റെ കാര്യത്തിലാണെങ്കിലും ആളിപ്പോഴും പുലിയാണ്. ഇത് ഉടനെ ഞാൻ സെറ്റാക്കുന്ന വീഡിയോ ഈ ചാനലിൽ തന്നെ വരും. പലർക്കും സംശയം കാണും ഞാൻ വീട് വെക്കാണ്ട് എന്താ വണ്ടി മേടിച്ചതെന്ന്. വണ്ടി എൻ്റെ ഒരു അത്യാവശ്യവും അങ്ങോട്ടും ഇങ്ങോട്ട് പോകാനാണെങ്കിലും വീഡിയോ എടുക്കാൻ പല സ്ഥലത്ത് പോകാനാണെങ്കിലും ഉള്ള ഏറ്റവും വലിയ അത്യാവശ്യവും, പിന്നെ അതിലുപരി വലിയൊരു ആഗ്രഹമായിരുന്നു എടുക്കുന്നെങ്കിൽ ഒരു പോളോ എടുക്കണമെന്ന്. അതൊക്കെയായിരുന്നു ആഗ്രഹം. വീട് നമുക്ക് പയ്യെ കൊണ്ട് നല്ലൊരു വീട് വെക്കണം. അതുകൊണ്ടാണ് വീട് ഞാൻ ഡിലേ ആക്കി വെച്ചത്. ഇതാണ് എൻ്റെ വീടിൻ്റെ വരാന്ത. ഇവിടെ നിന്ന് കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ട്. ആ വീഡിയോ എല്ലാം വൈറലാണ്. മൊത്തം അലങ്കോലമായിട്ട് കിടക്കുക. ഈ വീടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അലങ്കോല വീട് അങ്ങനെയാണ് പറയേണ്ടത്. അലങ്കോലമായിട്ട് കിടക്കുമല്ല. മേടെ കാല് വയ്യാതിന് ശേഷം പിന്നെ ഇവിടെ ഒന്നും ആരും വൃത്തിയാക്കിയിട്ടില്ല. കിടക്കുന്നുണ്ട്. ഇതൊക്കെ എൻ്റെ ഡാഡിയുടെ പണിയായുധങ്ങൾ വെച്ചേക്കുന്ന ഷെഡ്. ഒരു കാര്യമില്ല. ഈ കാണുന്നതാണ് എൻ്റെ ഹാള്. ഇവിടെ കാണിക്കാനായിട്ട് പ്രത്യേകിച്ചൊന്നും ഇല്ല, എന്നാലും ഞാൻ കാണിച്ചു തരാം. വീട്ടിൽ കയറി ചെന്നാൽ തന്നെ കാണുന്ന കാഴ്ച ഇതാണ്. ഇതൊക്കെയാണ് കാണുന്നത്. ഇതാണ് ഈ വീട്ടിലെ മറ്റൊരു അതിഥി, ഹെയ്സൽ. ഹെയ്സൽ പറഞ്ഞില്ല, അലങ്കോലായിട്ട് കിടക്കുന്ന വീടാണ്. കണ്ട, എല്ലാ അലങ്കോല. ഇവള് വന്നതിന് ശേഷം മൊത്തത്തിൽ അലങ്കോല. ട്രോഫി കാര്യങ്ങളൊക്കെ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. എനിക്ക് കിട്ടിയ ട്രോഫിയാണ് ഇതൊക്കെ. താണ്ട് ഇവള് വന്നതിന് ശേഷം ഇവളിതെടുത്ത് കളയും, എല്ലായിടത്തും കൊണ്ട് കളയും. നീ ഇതെവിടെ കൊണ്ട് കളയുന്ന? സമ്മതിക്കത്തില്ല. ഇതൊക്കെയാണ് എൻ്റെ ആനിമെ ആക്ഷൻ ഫിഗേഴ്സ്. ഇതൊക്കെ ഓരോരുത്തർ അയച്ചു തന്നിട്ടുള്ളതാണ്. എന്താ, ലൂഫിയുടെ ക്രൂ മൊത്തം ഉണ്ട്. പിന്നെ ഇവിടെ ഞങ്ങളുടെ പഴയ എല്ലാവരും ഉള്ളൊരു ഫോട്ടോ. പിന്നെ ഇതെനിക്ക് നമ്മുടെ ശ്രീനന്ദന ചങ്ക് തന്നെയാണ് 1 മില്യൺ ആയപ്പോൾ. മിസ്സസ് 1 മില്യൺ സ്ട്രോങ് സ്റ്റബ്. ഇവിടെ കുറച്ച് ആനിമയുടെ മാങ്കാസ് ഇരിപ്പുണ്ട്. ഇതൊക്കെ എനിക്ക് ആരോ തന്നെയാണ്. ഗോൾഡ് പ്ലേ ബട്ടൺ ഇവിടെ ഇരിപ്പുണ്ട്. മിസ്റ്റർ സോട്ട് ഫോർ പാസിങ് 1 മില്യൺ. ഇതെത്രയുണ്ട്? 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ്. പിന്നെ ഇതെനിക്കൊരു പരിപാടിക്ക് പോയപ്പോൾ ഒരു പയ്യൻ വരച്ചെന്നാണ്. ഇത് ഒത്തിരി ഇഷ്ടപ്പെട്ട സാധനമാണ്. അത് ഞാൻ സ്പെഷ്യൽ പ്ലേസ് കൊടുത്ത് ഫ്രണ്ടിൽ തന്നെ തൂക്കിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ സിൽവർ പ്ലേ ബട്ടൺ. അതിൻ്റെ കോലം കണ്ട, കുറച്ച് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് വെച്ചു. ഇതൊക്കെ എൻ്റെ പരിപാടിയാണ്. എൻ്റെ മേളി കിൻഡർ ജോയുടെ കൂടെ കിട്ടിയ കുറേ കളിപ്പാട്ടായിരിക്കും. പണ്ടത്തെ എല്ലാവരും ഉള്ള ഫോട്ടോ ഇവിടെ ഇരിപ്പുണ്ട്. ഇത് എൻ്റെ ഫേവററ്റ് ആനിമയായ വൺ പീസിൻ്റെ ക്രൂ മൊത്തമുള്ള ഫോട്ടോ. പിന്നെ യൂട്യൂബിൽ നിന്ന് കിട്ടിയ കുറേ സ്റ്റിക്കർ. പിന്നെ ഇതെനിക്കൊരു പയ്യൻ വരച്ചു തന്നെ, ലൂഫി ഗിയർ 5 അവേക്കനിങ്. ഒരു സ്കൂളിൽ എന്തോ പരിപാടിക്ക് പോയപ്പോൾ അയച്ചു തന്നെ. പയ്യൻ്റെ പേര് ഇതാ. ഇത്രേ ഉള്ളൂ ഹാളിൽ, ഇത്രേ ഉള്ളൂ കാണിക്കാൻ വേണ്ടി അധികമൊന്നും ഇല്ല ഇവിടെ. അതാണ് പ്രത്യേകത. ഈ കാണുന്ന അടച്ചിട്ടേക്കുന്നതാണ് എൻ്റെ റൂം. ഇത് കാണാണ്ടിരിക്കുന്നതാണ് നല്ലത്. ഇത്രയും വൃത്തിയായിട്ട റൂം നിങ്ങളുടെ കരിയറിൽ കണ്ടു തന്നിട്ടില്ല. എന്നാലും ഞാൻ കാണിച്ചു തരാം. ഉണ്ടാ, ഇതാണ് എൻ്റെ കട്ടിൽ. കിടക്കുന്നുണ്ടോ? ഇത് കണ്ടോ, സ്ട്രോ ഹാറ്റ്. ഞാനൊരു സ്ട്രോ ഹാറ്റ് മേടിച്ചു ഇവിടെ വെച്ചിട്ടുണ്ട്. എനിക്ക് അയച്ചു തന്നെയാണ്. ഇവിടെ ഒരു ദിവാങ്കോട്ട് കിടപ്പുണ്ട്. പിന്നെ കണ്ട കിടക്കുന്നുണ്ട പുടുത്ത ഫാൻ, തൊലിഞ്ഞൊരു കൂളർ, അലമാര, ഞാൻ. പിന്നെ ഈ വീടിൻ്റെ റൂമിനൊരു പ്രത്യേകത ഉണ്ട്. ഇതുണ്ട് ഈ അടച്ചു വെച്ചേക്കുന്നത്. മഴ പെയ്താൽ ഒരു വെള്ളം പോലും പുറത്ത് പോകത്തില്ല, എല്ലാം അകത്ത് വീഴും. അതാണ് പ്രത്യേകത. ഒരു തുള്ളി വെള്ളം പോലും പുറത്ത് പോകത്തില്ല. എനിക്ക് മഴ 4K എൻജോയ് ചെയ്യാൻ പറ്റുന്ന ചോരും. പക്ഷെ ഇങ്ങനെ ഒരു വീട്ടിൽ കിടക്കുന്നതുകൊണ്ട് സമാധാനമുണ്ട് അല്ലേ അമ്മ? പൈസ ഇല്ലെങ്കിലും. നിങ്ങളെ കാണുന്നില്ല ഈ ഫോൺ, ഇതെനിക്ക് ഷാസ് ബ്രോ ഗിഫ്റ്റ് തന്നെയാണ്. പിന്നെ വെളി കിടക്കുന്ന കാറ്, ഇതൊക്കെയാണ് എൻ്റെ സമ്പാദ്യം. പിന്നെ കുറേ നല്ല കൂട്ടുകാരുണ്ട്, അവരൊക്കെയാണ് എൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം. ഇതാണ് എൻ്റെ റൂം. ഞാൻ എൻ്റെ റൂം കാണിക്കാൻ പോകുമെന്ന് പറഞ്ഞപ്പം ഞൊണ്ടിക്കാലം വെച്ച്
എൻ്റെ റൂം വൃത്തിയാക്കുക. ഇത്രയും വൃത്തികെട്ട റൂം വൃത്തിയാക്കുന്ന ഒരു വ്യക്തിയെ കാണും. അതെൻ്റെ മമ്മിയാണ് സുജ. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും വീഡിയോയിൽ. പലരുടെയും അമ്മ, അല്ലമീൻ്റെ അമ്മ, GP റെഡ്ബേർഡ് അമ്മ, അങ്ങനെ വിഷ്ണു പൊറുക്കുളത്തിൻ്റെ അമ്മ, അങ്ങനെ കുറേ ആൾക്കാരുടെ അമ്മയാണ്. അമ്മേ, എൻ്റെ അമ്മേ, അമ്മയുടെ കാല് പോയി. അത് ഞാൻ പറയാം. ഇതാണ് എൻ്റെ വീട്ടിലെ വേറൊരു റൂം. എല്ലാം കുഞ്ഞു റൂമാണ്, കണ്ട കുഞ്ഞു വീടാണ്. പക്ഷെ ഇവിടെ വെച്ച് എല്ലാവരും വീഡിയോ എടുക്കും. വീഡിയോ എടുത്ത് വൈറലാക്കിയിട്ടുണ്ട് ഈ സ്ഥലങ്ങളെല്ലാം. ഒരു പണിക്കും പോലും കേട്ടോ. എൻ്റെ വീട്ടിലെ അടുക്കള കണ്ട, സാമ്പാറാന്ന് തോന്നുന്നു. അതാണ് എൻ്റെ ഒരേ ഒരു പെങ്ങൾ സിജി. അടുക്കളപ്പണി, പാത്രം കഴുകൽ, മുറ്റം തൂക്കൽ, ചോറ് വെക്കൽ, ഇതൊക്കെയാണ് ഇവളുടെ പ്രധാന വിനോദം. വാടക വീടിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ എല്ലാവരും വലിയ വീടായി. എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ സ്ഥലം മേടിച്ച് ഇവിടെ എനിക്കൊരു അത്യാവശ്യം വലിയതൊന്നും വേണ്ട, ഒരു വീട് പണിയണം. ഒക്കെയാണ് ആഗ്രഹം. വേറെ ആഗ്രഹമൊന്നുമില്ല അങ്ങനെ. തൊട്ടപ്പുറത്തോട്ട് കപ്പയ്ക്കുന്നുണ്ടോ? അമ്മ നോട്ടിട്ടുണ്ട്. നാളെ അപ്പം കപ്പയ്ക്കാത്തവരനായിരിക്കും. അമ്മേ, കപ്പയ്ക്ക കൊത്ത്. വീട് കണ്ട, ഈ വീട് 12 വർഷം ഇവിടെ താമസിച്ച ഞങ്ങൾ. ഇവിടെ വെച്ച് ഞാൻ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്ന. അതുണ്ട ഭഗത് സിംഗ് ക്ലബ്, ഞാൻ കാണിച്ചു തരാം. അതാണ് ഭഗത് സിംഗ് ക്ലബ്. ഇവിടെ വെച്ചാണ് ഞാൻ കൂടുതലും വീഡിയോസ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചിലപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും. ഇവിടെ വെച്ച് കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ട്, കുറേ. അതിൻ്റെ അടുത്ത് തന്നെ ചെറിയൊരു കാടുണ്ടായിരുന്നു. ഇപ്പോൾ അവർ വൃത്തിയാക്കി, ഒരു മെഡിറ്റേഷൻ സെൻ്ററൊക്കെ ആക്കി. ഇതാണ് ആ വഴി, ഇതാണ് ക്ലബ്ബ്. ഇവിടെ നേരെ പോയിട്ട് ഈ ലെഫ്റ്റ് കാണുന്നതാണ് എൻ്റെ വീട്. ഇത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ അമ്മയായിട്ട് അഭിനയിച്ചതിനുള്ള അവാർഡ് എൻ്റെ അമ്മയ്ക്ക് കൊടുക്കണം. ആണ് ഏറ്റവും കൂടുതൽ അച്ഛനായിട്ട് അഭിനയിച്ച അവാർഡ് എൻ്റെ അച്ഛനും കൊടുക്കണം. ഓ, അവാർഡ് അങ്ങ് മേടിച്ച് തരട്ടാ. കാല് പണിയായിട്ടിരുന്നതാണ്. വേണ്ട വേണ്ട, ഇതൊന്ന് പന്തോ. കാല് എന്തോ ഒരു മുഴ പോലെ വന്നിട്ട് ഒരാഴ്ചയൊക്കെ ആശുപത്രി സർജറിയൊക്കെ ആയിട്ട് കിടന്നേ. കാല് പണിയായിട്ടിരുന്നത്. അതുകൊണ്ട് ഇപ്പം അഭിനയ ഫീൽഡിൽ നിന്ന് ഇപ്പം ഇച്ചിരി പുറകോട്ടേക്കാണ്. ഭയങ്കര അഭിനയ. ഓ, അഭിനയം വിട്ടുള്ള കളിയില്ല. ഭയങ്കര സപ്പോർട്ടാട്ടാ. അമ്മയാണേലും അച്ഛനാണെങ്കിലും സപ്പോർട്ടാണ്, നല്ല സപ്പോർട്ടാണ്. കാലിച്ചിരി തന്നെ ആയതുകൊണ്ട് ആള് തിരിഞ്ഞു വരും. നമ്മുടെ വീടിനെ പറ്റി അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? നമ്മൾ 3 വർഷം കൊണ്ട് വീട്ടിൽ താമസിക്കുന്നു. അപ്പുറത്തെ വീട്ടിൽ 12 വർഷം താമസിച്ചു. ഹാപ്പിയാണ് ഇവിടെ? ഹാപ്പിയാ, കുഴപ്പമില്ല. പിന്നെ എല്ലാ മക്കളും ഇവിടെ വന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. പപ്പായ്ക്ക് എന്താണ് നമ്മുടെ ഹോമിനെ പറ്റി പറയാനുള്ളത്? നമ്മുടെ ഹോമിനെ പറ്റി പറയാനെങ്കിൽ സ്വപ്നത്തിലുള്ള വീടല്ലല്ലോ നമ്മുടെ വീട്. സ്വപ്നത്തിൽ എന്തായിരുന്നു വീട്? സ്വപ്നത്തിൽ അത്യാവശ്യം നല്ലൊരു വീട്, 3 ബെഡ്റൂമുള്ളൊരു വീട് വേണമെന്ന് ആഗ്രഹമുണ്ട്. എപ്പോഴെങ്കിലും സാധിക്കും. സ്വപ്നം മാത്രമേ ഉള്ളൂ? സ്വപ്നം മാത്രമേ ഉള്ളൂ. ഇരിക്കുന്നുണ്ട്. ഫോർമാലിറ്റിയിലൊക്കെ സംസാരിക്കൂ, വീഡിയോ ഒക്കെ ഓണാക്കിയ അങ്ങനത്തെ ഒരു ടൈപ്പാണ്. പക്ഷെ വീഡിയോ ആക്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ചെയ്യും. ഭയങ്കര ആക്ടിങ്. ഭയങ്കര ആക്ടിങ് ഇല്ല. അപ്പം ഇത്രേ ഉള്ളൂ ഹോം ടൂർ എന്ന് പറയാനും വേണ്ടി ഹോമൊന്നും ഇല്ല, കാണിക്കാനും വേണ്ടി ഒന്നുമില്ല. എന്നാലും നിങ്ങൾ കുറച്ച് പേര് പറഞ്ഞു, അതുകൊണ്ട് കാണിച്ചു തന്നെയാണ്. അമ്മ പാപ്പാ, ഓക്കെ. അപ്പൊ ഞങ്ങളൊരു ഹോം വയ്ക്കും അല്ലേ അമ്മ? എന്ന് ഫിലിപ്പിന്റെ ഫെറി.